മറ്റൊരാൾക്ക് വേണ്ടി സ്വന്തം കഥ മാറ്റിയെഴുതുന്നതല്ല പ്രണയം, മറിച്ച് നിങ്ങളുടെ കഥയിൽ അവർക്ക് കൂടി ഒരിടം നൽകുന്നതാണ് ശരിക്കുള്ള സന്തോഷം. നമ്മുടെ ജീവിതം പലപ്പോഴും സിനിമകളിലെയോ നോവലുകളിലെയോ പോലെ അത്ര മനോഹരമാകണമെന്നില്ല. ചിലപ്പോ നമ്മൾ മറ്റുള്ളവരുടെ കഥയിലെ വില്ലത്തിയോ അല്ലെങ്കിൽ നായകൻ ഉപേക്ഷിച്ചു പോകുന്ന കാമുകിയോ ഒക്കെ ആയേക്കാം. അത്തരത്തിൽ ജീവിതം തനിക്ക് നൽകിയ റോളുകളെ പൊറുതെ ജയിക്കാൻ ശ്രമിക്കുന്ന ഒരു പെൺകുട്ടിയുടെയും അവളുടെ നന്മ തിരിച്ചറിയുന്ന ഒരു പുരുഷന്റെയും കഥയാണിത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എമിലി ഹെൻറിയുടെ ബുക്ക് ലവേഴ്സ് എന്ന് പറയുന്ന പുസ്തകത്തെ പറ്റിയാണ്. ന്യൂയോർക്കിലെ തിരക്കുള്ള ലിറ്റററി ഏജന്റ് ആണ് നമ്മുടെ നായികയായിട്ടുള്ള നോറ സ്റ്റീഫൻസ്. ജോലിയിൽ വളരെ കർക്കശക്കാരിയായവൾക്ക് ദ ഷാർക്ക് എന്നാണ് കോവർക്കേഴ്സ് പേരിട്ടിട്ടുള്ളത്. നോറയുടെ പ്രണയമെല്ലാം പരാജയപ്പെടുന്നതാകട്ടെ ഒരേ പാറ്റേണിലും അത് അവളെ സ്നേഹത്തിന് മുകളിൽ ഒരു കവചം തീർക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് തന്റെ ഗർഭിണിയായിട്ടുള്ള അനീതി ലിബിയുടെ നിർബന്ധത്തിന് വഴങ്ങി നോറ സൺഷൈൻ ഫോൾസ് എന്ന ഗ്രാമത്തിലേക്ക് ഒരു അവധിക്കാലം ആഘോഷിക്കാൻ വേണ്ടി പോകുന്നത്. അവിടെ വെച്ച് അവൾ അപ്രതീക്ഷിതമായി നമ്മുടെ നായകനായിട്ടുള്ള ചാർലി എന്ന എഡിറ്ററെ കണ്ടുമുട്ടുകയാണ്. ന്യൂയോർക്കിൽ വെച്ച് അവർ തമ്മിലുണ്ടായിട്ടുള്ള ആദ്യ കൂടിക്കാഴ്ച അത്ര സുഖകരമായിരുന്നില്ല. എന്നാൽ ഒരു കൊച്ചു ഗ്രാമത്തിലെ പുസ്തകശാലകൾക്കിടയിൽ വെച്ച് അവർ പരസ്പരം കൂടുതൽ അടുക്കുകയും തിരിച്ചറിയുകയും ചെയ്യാണ്. അമ്മയുടെ മരണശേഷം അനീതിയെ വളർത്താൻ നോറ സഹിച്ച ത്യാഗങ്ങളും ചാർലി തന്റെ കുടുംബത്തിനായി മാറ്റിവെച്ച ആഗ്രഹങ്ങളും അവർക്കിടയിൽ ഒരു ആത്മബന്ധം സൃഷ്ടിക്കുന്നു. നഗരത്തിന്റെ വേഗതയും ഗ്രാമത്തിന്റെ ശാന്തതയും തമ്മിലുള്ള സംഘർഷത്തിനൊടുവിൽ അവർ തങ്ങൾക്കായി ഒരു പുതിയ ലോകം കണ്ടെത്തും. അങ്ങനെയാണെങ്കിൽ അതെത്ര മനോഹരമായിരിക്കും അല്ലെ? ഈ നോവൽ പറയുന്നത് തികഞ്ഞ മനുഷ്യനെ കുറിച്ചല്ല, മറിച്ച് തെറ്റുകൾ സംഭവിക്കുന്ന, പേടിയുള്ള, എന്നാൽ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാരെ കുറിച്ചാണ്. പ്രണയത്തെക്കാൾ ഉപരിയായി നോറയും ലിബിയും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധം വായിക്കുന്ന ഓരോരുത്തരുടെയും കണ്ണ് നിറയിക്കും. തന്റെ സന്തോഷത്തെക്കാൾ ഉപരിയായി അനീതിയുടെ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്ന നോറ എന്ന ഒരു കഥാപാത്രം ഈ ഒരു പുസ്തകം വായിച്ചു തീർന്നാലും നമ്മുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കും എന്നുള്ളതാണ് സത്യം. പുസ്തകങ്ങളെ കുറിച്ചും എഴുത്തിനെ കുറിച്ചും വായനയെക്കുറിച്ചും ഇതിൽ പറയുന്ന ഓരോ കാര്യവും അത്രയധികം മനോഹരമാണ്. ഒരു പുസ്തക പ്രേമിക്ക് ഇതിലും മികച്ചൊരു വായനാനുഭവം ലഭിക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഒരു നല്ല മഴ പെയ്യുമ്പോൾ ഒരു കപ്പ് ചായയായിട്ടിരുന്ന് വായിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫീൽ ഗുഡ് ബുക്കാണോ നിങ്ങൾ നോക്കുന്നത്? അതും അല്ലെങ്കിൽ എനിമീസ് ടു ലവേഴ്സ് കോമ്പോസ് ഒക്കെ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ? അതും അല്ലെങ്കിൽ ഒരു നല്ല റൊമാൻറ്റിക് പുസ്തകം വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ? അതും അല്ലെങ്കിൽ ഒരു നല്ല ഫാമിലി ഓറിയന്റഡ് പുസ്തകവും അതും അല്ലെങ്കിൽ ഒരു ചെറിയ ഗ്രാമത്തിനുള്ളിൽ നടക്കുന്ന ഒരു നല്ല പ്രണയകഥ വായിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഈ പുസ്തകം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ വായിക്കാൻ താല്പര്യപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ വായിച്ചു നോക്കി എക്സ്പീരിയൻസ് ചെയ്യുക. ഇനി വായിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ.